ആശാ തൊഴിലാളികൾക്ക് തുടരെ തുടരെ 8ന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. രണ്ടും കൽപ്പിച്ച് പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയാൽ മാത്രമേ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ആശാ തൊഴിലാളികൾ എന്ന പേരും പറഞ്ഞ് ഒരു പക്ഷം ആൾക്കാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അച്ചാരം വാങ്ങി ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ അവർക്കു വേണ്ടി സമരം ചെയ്യുന്നത്. പലതവണ സന്ധി ചർച്ച നടത്തി ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളിൽ പല ഇളവുകളും സർക്കാർ കൊടുത്തെങ്കിലും അതൊന്നും പോരാ എന്ന മട്ടിൽ രണ്ടും കൽപ്പിച്ചാണ് ആശാ തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ സമരത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് അവർ കടക്കുകയാണ്. വരുന്ന ലോക തൊഴിലാളി ദിനമായ മെയ് 1 സെക്രട്ടേറിയറ്റ് പടിക്കൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ കാൽനട ജാഥ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ കൊടി ഉയരും. 5-ാം തീയതി മുതൽ കാസർഗോഡ് മുതൽ കാൽനട ജാഥ ആരംഭിക്കും. പൊതുനിരത്തിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഓരോ പ്രധാന ഇടങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി സർക്കാരിന്റെ അഴിമതിയും ധൂർത്തുമടക്കമുള്ള ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് സർക്കാരിനെ ഇകഴ്ത്താനാണ് ആശമാരുടെ ശ്രമം. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെയും ഇതുവരെയുള്ള കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയും പൊതുജനത്തിനു വേണ്ടിയും ചെയ്ത കാര്യങ്ങളെയും പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് സമാന്തരമായാണ് ഇപ്പോൾ ആശമാരുടെ ജാഥ സംഘടിപ്പിക്കുന്നത്. എന്നാൽ സർക്കാരിനെതിരെ എപ്പോഴൊക്കെ ആശമാർ ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ തൊട്ടടുത്ത ദിവസം ആശമാർക്ക് വിപരീതമായി എന്തെങ്കിലും തീരുമാനവുമായി പിണറായി സർക്കാർ മുന്നിലേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ താൽക്കാലിക കരാർ ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. വരുന്ന ഏപ്രിൽ 1 മുതൽ മുഴുവൻ ജീവനക്കാർക്കും 5% മുതലുള്ള ശമ്പള വർധനമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ആശാ തൊഴിലാളികൾ പുറത്തായിരിക്കുകയാണ്. ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ കഴമ്പില്ലാത്ത സമരത്തിന് ആശാ തൊഴിലാളികൾക്ക് തക്ക മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് കണക്കു പറഞ്ഞ് എണ്ണിത്തുക വാങ്ങി ആശാ തൊഴിലാളികളുടെ പേരും പറഞ്ഞ് സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്നിരുന്ന് നടത്തുന്ന അന്യായ സമരം ആശമാരോട് സ്ഥിരം തൊഴിലാളികളായി നിങ്ങളെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നും അതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും വീണ ജോർജ് ഉൾപ്പെടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അവർക്ക് അതൊന്നും ആയിരുന്നില്ല ആവശ്യം. കേരള സർക്കാർ ഓണറേറിയം കൂട്ടിക്കൊടുക്കുക എന്ന ഒരൊറ്റ ആവശ്യമാണ് അവർ മുന്നിലേക്ക് വെച്ചത്. ഒരിക്കലും സർക്കാരിന് അംഗീകരിക്കാൻ പറ്റാത്ത മറ്റു പല ആവശ്യങ്ങൾ. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. വീണ ജോർജ് JP നദ്ദയെ കണ്ടപ്പോഴും ആശാ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളാക്കി നിയമിച്ചാൽ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം ഇറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ആശാ തൊഴിലാളികൾ ഒരു പക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം തിരുത്തി എഴുതുന്നതിലൂടെ സ്ഥിരം തൊഴിലാളികളായി മാറിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾക്ക് നിയമപ്രകാരം അവർക്കും അവകാശമുണ്ടാകുമായിരുന്നു. കേരളത്തിലെ കരാർ താൽക്കാലിക ജീവനക്കാർ 90% പേരും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നിയമിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ ആശാ തൊഴിലാളികളെ ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സ്ഥിരം തൊഴിലാളികളാക്കി മാറ്റാനോ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനോ കൊടുക്കാനോ കഴിയില്ല. ആ കാര്യം ഇതോടുകൂടി വ്യക്തമായി. ഇത് വ്യക്തമായി പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആശമാർക്ക് ഇപ്പോൾ ഈ കാര്യം കണ്ടപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കേന്ദ്ര സർക്കാർ ആശമാരുടെ കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളിലുള്ള തിരുത്താണ് വേണ്ടതെന്ന് ഇനിയെങ്കിലും ആശമാർ തിരിച്ചറിഞ്ഞാൽ മതി.